ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന സംശയമാണ് കീമോതെറാപ്പി എന്താണ്, അതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ് കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൺട്രോളില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി മരുന്ന് കൊടുക്കുന്നതിനാണ് കീമോതെറാപ്പി എന്ന് പറയുക. ഇത് രണ്ട് രീതിയിലാണ് കൊടുക്കുക. ഒന്ന് ഗുളികകളായിട്ട്, രണ്ട് ഇഞ്ചക്ഷനായിട്ട്. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ വളരുന്ന കോശങ്ങളായ ക്യാൻസർ കോശങ്ങൾ നശിച്ചു പോകും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വളരുന്ന കോശങ്ങളിൽ ഒന്നായ മുടിക്ക് കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഏറ്റവും ആളുകൾ കൺസേൺസ് ഉണ്ടാക്കുന്നതാണ്. മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് ക്യാൻസർ കോശങ്ങൾ നശിക്കുന്ന പോലെ തന്നെ മുടി കൊഴിയുന്നു. നമ്മൾ തിരിച്ചും നമുക്ക് ചിന്തിക്കാം, മുടി കൊഴിയുന്നത് പോലെ ക്യാൻസർ കോശങ്ങൾ നശിക്കുന്നു എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാരണത്താൽ, മുടി കൊഴിയുന്നു എന്ന കാരണത്താൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഡിലേ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മുടി കൊഴിച്ചിൽ താൽക്കാലികം മാത്രമാണ്. അതിലുപരി പൂർണ്ണമായ മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുന്ന മരുന്നുകൾ എക്സ്ട്രീംലി റയർ, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അതൊന്ന്. പിന്നെ നമ്മൾ വലിയൊരു ക്രൈസിസ് പീരീഡിൽ നിന്ന് നമ്മൾ കയറി വരുന്ന സമയത്തുള്ള ഇടയ്ക്കുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഈ മുടി കൊഴിച്ചിൽ. മരുന്ന് നിർത്തി 3-6 മാസത്തിൽ ഏകദേശം നോർമൽ പോലെ മുടി തിരിച്ചു വരുന്നതാണ്. ഇനി നമ്മൾ ക്യാൻസർ കീമോതെറാപ്പിയിലേക്ക് തിരിച്ചു കിടക്കാം. അപ്പോൾ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ നമ്മൾ നമ്മൾ സർജറി ചെയ്താൽ പോലും നമ്മുടെ ശരീരത്തിലെ സർജറി ചെയ്ത ഭാഗത്തോ അല്ലെങ്കിൽ മറ്റുള്ള ശരീരഭാഗങ്ങളിലോ രക്തം മുഖേന സഞ്ചരിച്ച് വേറെ എവിടെയെങ്കിലും ക്യാൻസർ കോശങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാനും തുടർന്ന് ക്യാൻസർ വരാനുള്ള സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ കുറയ്ക്കുന്ന ഒന്നാണ് കീമോതെറാപ്പി. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.